ഇന്ന് പുലർച്ചെ അരുംകൊലയുടെ വാർത്ത കേട്ടാണ് കോട്ടയം നഗരത്തിന് സമീപമുള്ള മാണിക്കുന്നം എന്ന പ്രദേശം ഉണർന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് കൊലപാതകം നടന്നത്. പ്രദേശത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അനിൽകുമാർ, മകൻ അഭിജിത്ത് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവിടെ അനിൽകുമാറിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാമ്പത്തിക തർക്കമാണ് പുതുപ്പള്ളി സ്വദേശിയായ ആദർശയെ കൊലപ്പെടുത്താൻ ഇടയാക്കിയതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ അഭിജിത്തും അതോടൊപ്പം തന്നെ ആദർശും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൗൺസിലർ അനിൽകുമാർ, മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ അനിൽകുമാറിന്റെ മകനാണ് അഭിജിത്ത്. അഭിജിത്തിനെ തിരക്കിയാണ് ആദർശ് എത്തിയത്. അങ്ങനെ ഇവർ തമ്മിൽ ചില സാമ്പത്തിക തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും തർക്കമുണ്ടാകുന്നു. അങ്ങനെ അടുക്കളയിൽ നിന്നും കറുക്കത്തി എടുത്തുകൊണ്ട് വന്ന് അഭിജിത്ത് ആദർശിനെ കുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. കൂടാതെ ഇതിൻ്റെ ആശുപത്രിയിൽ എത്തിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഈ ബോഡി സമീപത്ത് ഈ പ്രദേശത്ത് തന്നെ ഉപേക്ഷിച്ച് വാഹനത്തിൽ കടന്നു കളയാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെയും ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെയൊക്കെയാണ് പ്രതി ചേർക്കുന്നതെന്നുള്ള കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. അനിൽകുമാറിനെയും അഭിജിത്തിനെയും ചോദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ആദർശിനൊപ്പം മറ്റൊരാൾ കൂടി ഇവിടെ എത്തിയിട്ടുള്ളതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നും കൊലപാതകം നടന്ന സമീപത്ത് നിന്നും അല്പം ഒരു 10 മീറ്റർ മാറിയാൽ ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിന് സമീപത്ത് മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കുളത്തിലേക്ക് തള്ളാനുള്ളൊരു ശ്രമവും ഉണ്ടായി എന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ആ സംഭവ സമയം ഇവിടെ പുലർച്ചെ ജോലിക്ക് പോയ ചില ആളുകൾ ഈ ദൃശ്യങ്ങളൊക്കെയും പകർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ആളും ബഹളവും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് ദൃശ്യങ്ങളൊക്കെ ഈ പകർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോലീസിന് ലഭിച്ചു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും വെസ്റ്റ് പോലീസിൻ്റെ പട്രോളിംഗ് ടീം വന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും ഈ കൊലയിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള അഭിജിത്തും അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട ആദർശും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള, ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കൊല്ലപ്പെട്ട ആദർശിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഭിജിത്തിനെയും അനിൽകുമാറിനെയും പൂർണ്ണമായും ചോദ്യം ചെയ്തതിനു ശേഷം ആവശ്യമായ വകുപ്പുകൾ ചുമത്തി ആരൊക്കെയാണ് പ്രതി ചേർക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.